ജയ്സ്വാൾ മാത്രമേ രാജസ്ഥാൻ ടീമിൽ ഫോമാകാത്തത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴിതാ ഇന്നത്തെ മാച്ചിൽ ജയ്സ്വാളും ഫോമായിരിക്കുകയാണ്. സെഞ്ചുറി പ്രകടനമാണ് ജയ്സ്വാൾ കാഴ്ചവെച്ചത്. ഇന്ന് കളി ജയിച്ച് ജയ്സ്വാളിന് അവാർഡ് ലഭിച്ചു. ശേഷം താരം ചെയ്തൊരു കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീം വീണ്ടും നാണം കെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മത്സരമാണ് രാജസ്ഥാനോട് മുംബൈ തോൽക്കുന്നത്. മുംബൈ ടീമിന് എന്തു പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. രാജസ്ഥാൻ വളരെ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. അവർക്ക് മുംബൈ ടീം ഒരു വെല്ലുവിളി പോലും ആയിരുന്നില്ല. അത്രയും വേഗത്തിൽ കളി ജയിച്ചു. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും രാജസ്ഥാൻ മികച്ചു നിന്നു. ഇന്നത്തെ കളിയിലെ രാജസ്ഥാന്റെ വിജയശില്പി ജയ്സ്വാൾ ആയിരുന്നു. സെഞ്ചുറിയാണ് താരം അടിച്ചുകൂട്ടിയത്. ശേഷം താരത്തിന് അവാർഡ് കിട്ടി. എന്നാൽ ജയ്സ്വാൾ ആ ഒരു അവാർഡ് സഞ്ജുവിന് കൊടുത്തു. ഈ ഒരു അവാർഡ് എന്നേക്കാൾ യോഗ്യത സഞ്ജുവിനാണ്. സഞ്ജുവാണ് എനിക്ക് സപ്പോർട്ട് തന്നതെന്നാണ് ജയ്സ്വാൾ പറഞ്ഞത്. അതുകൊണ്ട് ജയ്സ്വാൾ ഉടനെ തന്നെ അവാർഡ് വാങ്ങി സഞ്ജുവിന് കൊടുത്തു. അതുമാത്രമല്ല, രോഹിത് ശർമ്മയെ പറ്റിയും ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യൻ ടീമിൽ തനിക്ക് ഒരുപാട് ഉപദേശം തന്നത് സീനിയർ താരമായ രോഹിത് ശർമ്മയാണെന്നാണ് ജയ്സ്വാൾ പറഞ്ഞത്. പക്ഷേ ഇന്ന് കാണുന്ന ജയ്സ്വാളിനെ ഉയർത്തിക്കൊണ്ടുവന്നത് സഞ്ജുവാണ്. അത് ജയ്സ്വാളിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ജയ്സ്വാൾ അവാർഡ് കിട്ടി ഉടനെ തന്നെ സഞ്ജുവിന് കൊടുത്തത്. സഞ്ജുവിനോട് അത്രയ്ക്കും റെസ്പെക്റ്റ് ജയ്സ്വാളിനുണ്ട്. ഇന്ന് ജയ്സ്വാൾ സെഞ്ചുറി അടിക്കാൻ വേണ്ടി സഞ്ജു മെല്ലെയാണ് കളിച്ചത്. ജയ്സ്വാളിന് കൂടുതൽ അവസരങ്ങൾ കൊടുത്തു. വേണമെങ്കിൽ സഞ്ജുവിനെ വേഗത്തിൽ കളിച്ച് 50 നേടാമായിരുന്നു. എന്നാൽ സഞ്ജു അത് ചെയ്തില്ല. ഒരു ക്യാപ്റ്റൻ എങ്ങനെയാകണമെന്ന് സഞ്ജു കാട്ടിത്തന്നു. ജയ്സ്വാളിന് നല്ലൊരു സപ്പോർട്ടാണ് സഞ്ജു ബാറ്റിങ്ങിൽ കൊടുത്തത്. എന്തായാലും മുംബൈ ടീം തോറ്റിരിക്കുകയാണ്. രാജസ്ഥാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.